എന്താ എന്താ ഈ കാണിക്കുന്നത്? ഇത്രയും നാൾ നിന്നെ ഞാൻ വെറുതെ വിട്ടു. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ പഠിപ്പിച്ചു. അയ്യോ ചേച്ചി, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? എനിക്ക് ഒട്ടും കാറ്റ് കിട്ടുന്നില്ല. ഇവനെന്തടി പെണ്ണടുത്ത് പോയാൽ കാറ്റ് വരില്ല എന്നൊക്കെ പറഞ്ഞു വീശുന്നേ. എവിടെയോ ഉടക്കുന്നല്ലോ. അതൊക്കെ പോട്ടെ, നീ സിനിമ കാണാറുണ്ടോ? സ്ഥിരമായിട്ട് കാണും. ആൺപാവം കണ്ടിട്ടുണ്ടോ? 10 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിലെ ഹീറോയിൻ ആറ്റിൽ പോയി കുളിക്കുന്നൊരു സീനില്ലേ? അപ്പൊ നീ എന്താ കണ്ടേ? പറയട്ടെ, താമരപ്പൂ കണ്ടു. താമരപ്പൂ കണ്ടൂന്ന്. പോക്കിരിപ്പടം കണ്ടിട്ടുണ്ടോ? അതിലെ ഐറ്റം സോങ് കണ്ടിരുന്നോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാൽ പറയാ, അതിലെന്താ കണ്ടത്? വിജയുടെ കൈകൾ ഇങ്ങനെ ആടുന്നത് കണ്ടു. അയ്യോ, കൈ ഇങ്ങനെ ആടുന്നത് കണ്ടൂല്ലേ? ഇവൻ ശരിയായി വരുന്ന തോന്നുന്നില്ല. ഇനി പറ്റില്ല. ലൈറ്റ്സ് ഓൺ. അല്ല, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചത് നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ മഹാപാപി. ഇതൊക്കെ ഞാൻ എന്റെ ചേട്ടനോട് പറയും. എല്ലാം നിങ്ങൾ എന്നെ ചെയ്തിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുക? അത് ശരി, ആരെന്ത് ചെയ്തു എന്റെ ചേട്ടൻ തീരുമാനിക്കട്ടെ. എല്ലാം കലങ്ങി പോയി ചേട്ടാ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മക്കളെ. എന്റെ പൊന്നു പ്രേതം ചേട്ടാ, ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ആര് പറയണത് വിശ്വസിക്കണം, ആര് പറയണത് വിശ്വസിക്കാൻ പാടില്ല എന്നെനിക്ക് അറിയാടാ. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെയുള്ള എന്റെ അനിയത്തിമാരെ ജീവിതത്തിൽ നീ കളിക്കുകയാണോ? ഞാൻ ലണ്ടൻ കളിയാ കളിച്ചത്. ലണ്ടൻ കളിയോ? ഞാനിപ്പോ പുതിയൊരു കളി പഠിപ്പിച്ചു തരാടാ. എങ്ങനെയാണ്? അല്ല അല്ല, ഇത് പ്രേതമല്ലല്ലോ, മനുഷ്യനല്ലേ? മനുഷ്യനല്ലടാ, മൃഗം. നീ ഇപ്പൊ എന്റെ അനിയത്തിമാരെ കെട്ടിയില്ലെന്ന് വെച്ചോ, അകത്തുള്ള ക്രൂര മൃഗത്തെ നീ കാണും. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവര് ഞാൻ കല്യാണം കഴിക്കില്ല. ചേടാ, ഞാനൊരു സീരിയസ് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവനാണ് കൊച്ചു കുട്ടികളെ പോലെ കളിക്കുക. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് കാണിക്കേണ്ടത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാടാ. എന്തോന്ന് കാണിക്കുന്ന? നോക്കിക്കോടാ. ഇവനെ എങ്ങനെ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടെന്ന് അറിയുന്നില്ലല്ലോ. എന്തോ കാണിക്കാന്ന് പറഞ്ഞില്ലേ, അത് കാണിക്കേ. ആരാടി നീ? Who are you? I am the ghost. പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് വേണോ? മണിച്ചിത്രത്താഴ് ഞാനും കണ്ടിട്ടുണ്ട്. കട്ടിൽ അവിടെ തന്നെ വൈ. പ്രേതാകുമ്പോ വെളുത്ത സാരിയില്ല വരേണ്ടത്. നിങ്ങൾ എന്ത് പാന്റ് ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നേ? നിനക്ക് ഇഷ്ടായില്ലേ? അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അങ്ങനെ എന്ത് ഗെയിമാ നിങ്ങളുടേത്? അത് ഗെയിമൊന്നും കാര്യമായിട്ടില്ല, ഒരു ചെറിയ സ്കെച്ച്. ആ ബാലരാജിന്റെ അമ്മാവനുണ്ടല്ലോ, മൊട്ട തലയൻ, അയാൾക്ക് മത്തിമേരിയ പോലൊരു മോളുണ്ട്. അയാള് പെണ്ണു ചോദിച്ചു വരുന്നതിന് മുമ്പ് നിന്റെ 3 സഹോദരികളിൽ ഒരുത്തിയെ പിടിച്ച് അവന് കല്യാണം കഴിപ്പിച്ച് വെക്കാൻ പറഞ്ഞ് എനിക്ക് 10 ലക്ഷം തന്നിട്ടുണ്ട്. ഇത് നോക്ക്, ആ മത്തിമേരിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് ആ മൊട്ടത്തലയൻ എന്റെ കാല് പിടിച്ച് കരച്ചിലോടെ കരച്ചിലായിരുന്നു. ഞാനത് നോ നോ എന്നല്ലേ പറഞ്ഞത്. എന്താന്ന് ചോദിച്ചാ, അവളെ പകല് നോക്കിയാൽ തന്നെ 10 ദിവസത്തിന് കണ്ണു കാണാൻ പറ്റൂല. നീ അവളെ കണ്ടിട്ടുണ്ടോ? ഞാനെന്തിനു നോക്കണം? കാക്കയ്ക്ക് കയ്യും കാലും വന്നതുപോലെ ഇരിക്കും, പക്ഷെ പറക്കാൻ പറ്റൂല. നിന്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? സഹോദരിമാരെ, എന്താ ചേട്ടാ? ഒക്കത്തൊന്ന് വരാൻ പറ്റോ? തനിച്ച് വരണോ അതോ 3 പേര് ഒരുമിച്ച്? ഓരോരുത്തരായിട്ട് വന്നാൽ ലേറ്റ് ആകും. എല്ലാരും കൂടി ചേർന്ന് വന്നാൽ പെട്ടെന്ന് ജോലി തീർക്കാം. ഓക്കേ, ശരി ശരി, നമ്മൾ ജോലി കഴിഞ്ഞു. വരി വരി വരി, ഓരോരുത്തരായിട്ട് വരി. നല്ല പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ ചേട്ടാ, പറയ്. ഞാൻ പറയില്ല, ചേച്ചി പറഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ചേച്ചി, ഇത് ജപ്പാനിലുള്ള ബുള്ളറ്റ് ട്രെയിനിനെ കാട്ടിലും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്. അല്ല, ഇതാര് കൃഷ്ണവേണിയോ? നീ എന്തോ കാണിച്ചപ്പോ എല്ലാരും ഓടിക്കളഞ്ഞല്ലോ. എന്താടാ ഇതൊക്കെ? ഞാൻ വരാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ നിന്റെ ലൈഫ് എന്റെ ലൈഫ് 2 സ്പോയിൽ ആയിട്ടുണ്ടായിനെ. നീ ഇങ്ങനെ ഒരു പാവായിരുന്ന എങ്ങനെയാ പിന്നെ ജീവിക്ക? അമ്മ ഇതെല്ലാം അറിഞ്ഞ് എന്ത് സംഭവിക്കുന്നറിയോ? നീ എന്തിനാ ഇങ്ങനെ തല കുനിച്ച് വെക്കുന്നേ? എക്സാമിന് വേണ്ടി ഞാൻ 1 വീക്ക് ചെന്നൈക്ക് പോവാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി കല്യാണം മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കൊല്ലും ഞാൻ നിന്നെ.
പോ അവിടുന്ന്. ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഞാനാ ചാവാൻ പോകുന്നേ. സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്താ എന്താ വരാൻ പാടില്ലത്? എനിക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയില്ല എന്ന് കരുതിയല്ലേ? അങ്ങനെയല്ല സർ. ഒരാള് പൂജ ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെ മറ്റാരും വരരുത്, അല്ലെങ്കിൽ രണ്ടുപേരും ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ ഇരിക്കാം. ഇരിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവല്ലാതെ ആരും ഒരുമിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ എന്ത് പൂജയാ? നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെയല്ല സർ, ഇന്ന് അമാവാസ്യയാ. ഞങ്ങള് കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാ. ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഇവിടെ കുറെ ആത്മാക്കളുണ്ട്. സാർ പൊയ്ക്കോ. ദേ കൊച്ചേ, ഈ പൂജ കഴിയുന്നതുവരെ എന്നെ നിന്റെ ഭർത്താവായിട്ട് കരുതിക്കോ കേട്ടോ. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. ഇന്ന് ബാലരാജ് വന്ന കല്യാണത്തിനെ കുറിച്ച് ചോദിക്കാം. നമസ്കാരം. എന്തെങ്കിലും കഴിക്കുന്നോ? ഒന്നും വേണ്ട. നിങ്ങൾ ചോദിക്കുന്നേ. നിങ്ങൾക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ വസന്തിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ചാ. ഓ അത് ശരി, വസന്തിയുടെ കല്യാണത്തെ കുറിച്ചോ? എന്താ ചോദിച്ചോ? സർ, എന്റെ ചേച്ചിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. സാറിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന്. പക്ഷേ അത് എന്റെ കയ്യിലല്ല. വേറെ ആരുടെ കയ്യിലുണ്ടാവും സാറേ? അത് രാമസ്വാമിയുടെ കയ്യിലാ ഉള്ളത്. രാമസ്വാമി എന്ന് പറഞ്ഞ ആരാ? എന്റെ ഫ്രണ്ടാ. അവൻ എന്ത് നല്ലവനാന്നറിയോ? ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ തൊട്ട് അവൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അവൻ പറയാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ആ രാമസ്വാമി നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ലവനാ, പക്ഷെ ഭയങ്കര ദേഷ്യക്കാരനാ. എല്ലാരും ദേഷ്യം വന്നാ വഴക്കല്ലേ പറയൂ. ഇവൻ നല്ല അടിയടിക്കും. അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ രാമസ്വാമി ഉണ്ടല്ലോ, വലിയൊരാളാ. അതേന്ന് അവനെ ഒന്ന് ബഹുമാനിച്ചാ മാത്രം മതി, നമുക്ക് എന്ത് വേണേലും ചെയ്തു തരും. അങ്ങനെയാണോ? ഇപ്പൊ ഞാൻ അവനെ വിളിക്കാം. എടാ രാമസ്വാമി, നിന്നോട് അന്നൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതെന്നെ കാട്ടിനകത്ത് വെച്ച് കണ്ട. അവളുടെ കുടുംബക്കാരെല്ലാം ചേർന്ന് എന്നോട് അവളെ കല്യാണം കഴിക്കാൻ പറയാ. എടാ ഞാൻ എന്താ ചെയ്യണ്ടേ? അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഒന്ന് സൂക്ഷിക്കണം. ഇപ്പൊ നീ ഒന്നും സംസാരിക്കണ്ട, ഞാൻ വന്ന് സംസാരിച്ചോളാം. ഓക്കേ? ശരി, വേഗം വരണേ. സാർ, നിങ്ങളുടെ ഫ്രണ്ട് എന്താ പറഞ്ഞേ? അവൻ നേരിട്ട് വന്നിട്ട് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോയിട്ട് വരാം. സർ, സർ, എന്താ കൊച്ചേ, ഇപ്പൊ എന്താ വേണ്ടേ? രാമസ്വാമി സമ്മതിക്കുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കോ? ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും സാർ എന്ന് വെച്ചാ എനിക്ക് ജീവനാ. സത്യം പറഞ്ഞ് സാറിന് എന്നെ ഇഷ്ടമല്ല? ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നീ വളരെ നല്ല കുട്ടിയാ. ഞാൻ പറയാം, നീ പൊയ്ക്കോ. മഴ വരുന്ന പോലെയുണ്ട്. പൊയ്ക്കോ.